ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റംദാൻ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിന് വിളമ്പാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഡെസേർട്ടാണ്. ബ്രെഡും പാലും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബ്രെഡിൻ്റെ അരിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരിക്കൽ കൂടി മുറിക്കാം. അപ്പോൾ 4 ബ്രെഡിൽ നിന്ന് 16 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 കഷ്ണങ്ങളാക്കി മാത്രം മുറിക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലുതായിരിക്കും. ചെറുതായിട്ട് മുറിച്ചാൽ കഴിക്കാനും എളുപ്പമായിരിക്കും. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുക്കുക. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിൻ്റെ പകുതി പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 3 ഏലയ്ക്ക, 5-6 കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂവ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുങ്കുമപ്പൂവ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ്. പിന്നെ കൂടാതെ ഒരു യെല്ലോ കളർ കൂടി വരും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. നമ്മൾ എത്ര പാലാണോ ഒഴിച്ചത് അതിൻ്റെ പകുതിയേക്കാളും കുറച്ചും കൂടെ കുറയുന്നത് വരെ വറ്റിച്ചെടുക്കണം. കുറച്ചൊന്ന് വറ്റി തുടങ്ങുമ്പോഴേക്ക് പാത്രത്തിൻ്റെ സൈഡിൽ ഇതുപോലെ പിടിച്ചു വരും. അത് തവി കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പാലിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാല് പകുതിയേക്കാളും കൂടുതൽ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി കാച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം. പഞ്ചസാര അലിഞ്ഞിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കുറുക്കിയൊന്നും എടുക്കരുത്. തിളച്ചു തുടങ്ങിയ ഉടനെ തീ ഓഫ് ചെയ്യുക. ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡ് ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്തെടുത്താൽ അധികം നെയ്യ് വേസ്റ്റായി പോവില്ല. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്കിടുക. ബ്രെഡ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് നെയ്യ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വറുത്തെടുക്കുക. ഇനി വറുത്തെടുത്ത ബ്രെഡ് നമുക്ക് പഞ്ചസാര പാനിയിൽ മുക്കിയെടുക്കണം. കുറേ നേരമൊന്നും ഇട്ടേക്കരുത്. ഒന്ന് ഇട്ട് അപ്പം തന്നെ എടുത്താൽ മതി. ഒരു ലെയർ പോലെ കോട്ടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലോട്ടോ ട്രേയിലോട്ടോ പഞ്ചസാര പാനിയിൽ മുക്കിയെടുത്ത് ബ്രെഡ് നിരത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പാല് വറ്റിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ആദ്യം മുകളിൽ ഒഴിക്കുക, പിന്നെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെയാണ് ടേസ്റ്റും. നല്ല ടേസ്റ്റാണ്. ബ്രെഡും പാലും മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എളുപ്പമാണ്. ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.